കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ്. അപ്പോൾ ഈ കാണാൻ പോകുന്ന എപ്പിസോഡ് വിഷ്ണുവിന് വീണ്ടും കല്യാണക്കുരുക്കിലേക്ക് ഇട്ടിരിക്കുന്ന സത്യഭാമയാണല്ലോ ഹൈലൈറ്റ്. അപ്പോൾ ഇതിനൊക്കെ ഡീറ്റെയിൽ റിവ്യൂ കാണുന്ന മുന്നേ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് കമൻറ്റ്സ് ഷെയർ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം നമ്മുടെ രാഘവേട്ടനും വിഷ്ണുവൊക്കെ പുറത്ത് പോയിരിക്കുന്നല്ലോ. അവരെല്ലാവരും വീട്ടിൽ വന്നപ്പോഴാണ് അമ്മ വീണ്ടും പുകയിലേക്ക് കുടുക്കിയിരിക്കുന്നുള്ള കാര്യം വിഷ്ണു അറിയുന്നത് തന്നെ. സമൂഹത്തിൽ ഒരു പെണ്ണിൻ്റെ കല്യാണം മുടങ്ങിയപ്പോൾ എന്നായിരിക്കട്ടെ ആ പെണ്ണിനൊരു വരൻ എൻ്റെ മകൻ തന്നെ ആയിക്കോട്ടെ എന്ന് വാക്ക് കൊടുത്തിട്ട് വന്ന അമ്മയോട് ചോദ്യം ചെയ്യുന്ന വിഷ്ണുവാണ്. വിഷ്ണുവിന് കലി വന്നിരിക്കുക. അമ്മ വീണ്ടും സമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ നാണം കെടുത്താൻ അമ്മയ്ക്ക് തോന്നുന്ന എല്ലാവർക്കും ഞാൻ അവളെ കെട്ടിക്കോളും എന്നിട്ട് ഈ വാക്ക് കൊടുക്കാൻ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് വിഷ്ണു ശരിക്കും കടന്ന് സത്യഭാമയോട് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ആദ്യമൊക്കെ നമ്മുടെ സത്യഭാമ എന്താണ് വിഷ്ണുവിനോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ എന്നൊക്കെ പറയുന്നതിൽ മെല്ലെ സത്യഭാമയുടെ തനി സ്വരൂപം പുറത്തു വന്ന്, ഞാൻ അങ്ങനെ ഇപ്പം വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് അതിനകത്ത് തെറ്റിയിരിക്കുന്നത്? ഞാനൊരു സമൂഹവിവാഹം നടത്തുമ്പോൾ അത് മനഃപൂർവ്വം വന്ന് മുടക്കിയതിട്ട് നിൻ്റെ ഭാര്യ, അവൾ അത് മാത്രമാണ് ചെയ്തത്. അല്ലെങ്കിൽ തന്നെ നീ എന്ത് കണ്ടുകൊണ്ട് ഇനിയും കാത്തിരിക്കുന്നത്? കുറേ വർഷം എൻ്റെ ഷാലിനി എന്നിട്ട് കാത്തിരുന്ന് എൻ്റെ ഷാലിനി എന്ന് കാത്തിരുന്നതിൻ്റെ ഒടുവിൽ അവളിവിടെ വന്നിട്ട് പോലും നിൻ്റെ മുന്നിൽ വരാൻ തയ്യാറല്ലാതിരുന്ന്. അതിനൊക്കെ ശേഷമോ നിൻ്റെ മുന്നിൽ കണ്ടു കിട്ടിയപ്പം അവളുടെ ഒടുക്കത്തൊരു കള്ളത്തരം അഭിനയും. അതിൻ്റെ അകത്തൊരു കൊച്ച്. ആ കൊച്ച് ആരാന്ന് ചോദിച്ചാൽ അത് ഈ വീട്ടിലെ കൊച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പം തന്നെ പുതിയ ഒരുത്തൻ വന്നിരിക്കുന്നത് അക്ഷയ്. അവനല്ലേ അവളുടെ കെട്ടിയവൻ, അവനല്ലേ ആ കൊച്ചിൻ്റെ അച്ഛൻ. പിന്നെ എങ്ങനെയാണ് ഈ വീട്ടിലെ കൊച്ചാവുന്നത്? അവളുടെ കള്ളത്തരം കെട്ടി നിനക്ക് ഇതുവരെ മണ്ടനായിട്ട് മതിയല്ലേ? അവൾക്ക് മറ്റൊരു ഭർത്താവും അവൾക്കൊരു കുഞ്ഞും കുടുംബവും ഒക്കെ ആയിട്ട് അവൾ ജീവിക്കുമ്പോൾ നീ വീണ്ടും ആർക്കും വേണ്ടി കാത്തിരുന്ന നിൻ്റെ ജീവിതം നീ നശിപ്പിക്കുന്നത്. അപ്പം നിൻ്റെ ജീവിതം അങ്ങ് നശിച്ചോടെ ഞാൻ വിചാരിക്കുന്നു. ഇത് ദൈവമായിട്ട് കൊണ്ടു തന്ന ഒരു വിധിയാണ്. നിനക്ക് അങ്ങനെ ഒരു പെണ്ണിനെ കെട്ടുന്നെങ്കിൽ കെട്ടടാ. വലിയ കളക്ടറും പത്രാസൊന്നും അല്ലെങ്കിൽ സത്യഭാമയുടെ വീട്ടിൽ നിൻ്റെ ഭാര്യയെ നിന്നെ മാത്രം സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെ മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ എന്താണ് വിഷ്ണുവിനോട് പറയും. സത്യഭാമയുടെ വായിക്കുന്ന സർവ്വതം കേട്ടപ്പം വിഷ്ണുവിന് തൃപ്തിയായി. കാരണം ഈ വട്ടം ഷാനിയെ അനുകൂലിച്ച് പറയാൻ വിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു വാദങ്ങളും ഇല്ലാതായിരിക്കുമല്ലേ. ഷാനിയെക്കുറിച്ച് തനിക്ക് പോലും മനസ്സിൽ എന്താണ് നല്ലൊരു അഭിപ്രായമില്ല. പിന്നെ എന്താണ് ഷാനിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് ന്യായമായിട്ട് അമ്മയോട് പറയാൻ പറ്റുന്നത്? അങ്ങനെ വിഷ്ണു വായടച്ച് പോയി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ദേഷ്യം കാണിച്ച് പോയി നിൽക്കുന്നത്. സത്യഭാമയ്ക്ക് ദേഷ്യമൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാ. ഇവനെ എങ്ങനെയായാലും ഈ കല്യാണം സമ്മതിപ്പിക്കും. ഈ വട്ടം ഇവൻ്റെ കല്യാണം നടത്തിയിട്ട് ഞാൻ വിടത്തുള്ളൂ. അതോടെ തീരുമല്ലോ ഈ ഷാലിനി എന്ന ജപവും മന്ത്രമൊക്കെ എന്നൊക്കെ സത്യഭാമ മനസ്സിൽ തീരുമാനിക്കും. ഇത് കണ്ടവിടെ വളരെ സങ്കടപ്പെടുന്ന മറ്റൊരാളുണ്ട്. അത് മറ്റാരല്ല കേട്ടോ, ഇപ്പോഴും തൻ്റെ മരുമകൾ ശരിയായിരിക്കും. തൻ്റെ മരുമകൾക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ രാഘവേട്ടനാണ്. അതിനേക്കാളും വലിയ രീതിയിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞും സത്യങ്ങൾ തുറന്ന് പറഞ്ഞ് തൻ്റെ ജീവിതം തല്ലിക്കെടുത്തി പിപ്പിച്ച് കളയണോ അതോ കുഞ്ഞിച്ചിട്ട് ജീവിതം രക്ഷപ്പെടുത്തണോ? ഇതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സത്യാമ്മ ഭയങ്കര വാശിയിലാണല്ലോ. സത്യാമ്മ എന്നാലും കല്യാണത്തിന് മുഹൂർത്തം കുറിക്കാൻ പോകുന്നത് വിഷ്ണുവായിട്ട് എൻ്റെ പിണക്കൊന്നും സത്യാമ്മയ്ക്ക് വിഷയമല്ല. സത്യാമ്മ പിടിച്ചിട്ടാലും കെട്ടിക്കും. സത്യാമ്മ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ് കുഞ്ഞിച്ചിയുടെ വാ കൊണ്ട് സത്യങ്ങളെല്ലാം പറയിപ്പിടണം. ആ വന്ന വ്യക്തി ആരാണ്? സത്യമുള്ള അച്ഛനെന്ന് വന്ന വ്യക്തി ആരാന്നുള്ള കാര്യം എനിക്കെങ്കിലും അറിയണം. ഇതൊക്കെ സത്യാമ്മയുടെ മുന്നിൽ തുറന്ന് പറയണമെന്ന് ശ്യാം ഒരു കടുത്ത തീരുമാനത്തിൽ ഷാലിനെ കാണാൻ പോകുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഷാലിനിയാണെങ്കിലും അവിടെ ഭയങ്കര സങ്കടപ്പെട്ട് വീട്ടിൽ വന്നിട്ട് തൻ്റെ ജീവിതം കയ്യിൽ നിന്ന് വഴുതി പോയല്ലോ എന്ന സങ്കടം സഹിക്കാൻ വയ്യാതെ അവിടെ ഇരിക്കുന്ന ഷാലിനെയാണ് കാണിക്കുന്നത്. പക്ഷേ ഷാനി അങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. കാരണം തൻ്റെ ജീവിതം മാത്രമല്ല തൻ്റെ മകളുടെ അച്ഛനും കൂടെയാണ്. അങ്ങനെ അങ്ങ് വിഷ്ണുവേട്ടനെ വിട്ടുകളയാൻ ഞാൻ ഒരിക്കലും തയ്യാറാകത്തില്ല. എൻ്റെ സത്യങ്ങൾ എനിക്ക് വിഷ്ണുവേട്ടനെ തെളിയിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, തൽക്കാലം സത്യാമ്മ ഒരുക്കി ഈ കുരുക്കല്ലേ, ആ കുരുക്ക് ഊരാൻ എൻ്റെ കളക്ടർ എന്ന പദവി തന്നെ ധാരാളം മതിയെന്ന് പറഞ്ഞ് ആ പെണ്ണിൻ്റെ വീട്ടുകാരെ കുടുക്കയക്കുന്ന ഷാനിയാണ് അടുത്ത ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോ പറയാം. പിന്നെ ഇവിടെ കാണിക്കുന്ന സത്യാമ്മയുടെ വീട്ടിലേക്ക് ആ മന്ത്രി വരുവാണ്, ദാസ് എന്ന മന്ത്രി പറയുന്ന ഒരു കാര്യം സത്യാമ്മയ്ക്ക് അത്രയും സൂഹിക്കുന്ന കാര്യമൊന്നുമല്ല. വീടും കാര്യങ്ങളെല്ലാം പണയപ്പെടുത്തി മന്ത്രി ഇപ്പം ഓർഡർ ആക്കി തരും എന്ന് പറഞ്ഞ് വനഭൂമിയുടെ കാര്യത്തിൽ ചിന്തിച്ചെങ്കിൽ വനഭൂമിയിൽ വലിയ ഒരു പാരയാണ് വന്ന് വീണിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, വനം എന്ന് തന്നെ നമുക്കറിയാലോ പ്രകൃതിയാണ്. പ്രകൃതിക്ക് നേരെ എന്ത് കാര്യങ്ങൾ ചെയ്ത് കച്ചവടം ചെയ്യാൻ ഇറങ്ങിയാലും ആ കച്ചവടത്തിനേക്കാൾ എത്രയോ വലുതാണ് പ്രകൃതി നിലനിൽക്കുക എന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് സംരക്ഷിക്കാൻ ഇറങ്ങുന്ന ഗവൺമെൻറ് ആക്ടിവിസ്റ്റ് എല്ലാം കയറി അവിടെ അങ്ങനെ മരം വെട്ടാൻ പറ്റത്തില്ല എന്നൊരു തടയും സമരമൊക്കെ തുടങ്ങാൻ നിൽക്കുന്നതൊക്കെയാണ് മന്ത്രി വന്ന് പറയുന്നത്. സത്യാമ്മ വലിയൊരു പാരയായി കഴിഞ്ഞു കേട്ടോ. അവരെ നമ്മൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാതെ നമുക്കിതൊന്നും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. സത്യാമ്മയുടെ വീട്ടിലേക്കും ഈ കഥയെക്കുറിച്ച് അന്വേഷണമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സത്യഭാമ അറിയാം സത്യഭാമയെ വലിയൊരു കുരുക്കൽ. രാഘവേട്ടൻ മുന്നേ തന്നെ എച്ചരിച്ച ഒരു കാര്യമാണ്, സത്യാമ്മ നീ ചെയ്യുന്ന കാര്യം ശരിയല്ല എന്നുള്ള കാര്യം. പക്ഷേ ആരോട് പറഞ്ഞില്ല, താൻ ചെയ്യുന്നത് തന്നെ ഏറ്റവും ശരിയെന്ന് വിശ്വസിച്ച ആ സ്ത്രീക്ക് വലിയൊരു വമ്പൻ അടിയാണ് വന്നിരിക്കുന്നത്. ഈ അടിയിൽ നിന്ന് സത്യഭാമ താഴേക്ക് വീഴാൻ പോകുന്ന അടി എത്രയാണെന്നുള്ള കാര്യം ഇനി അടുത്ത വരുന്ന 2-3 വീഡിയോ നിങ്ങൾ കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക.
കാണിക്കുന്നത് നമ്മുടെ ശാലിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ശാലിനിയുടെ പുതിയ ഭർത്താവ് എന്ന കാര്യവും അതിനെ കൂടെ സത്യഭാമയുടെ വീട്ടിൽ ഇപ്പം നടക്കുന്ന ബിസിനസ്സിൽ സത്യഭാമയ്ക്ക് കിട്ടാനിരിക്കുന്ന വൻ പാരയെക്കുറിച്ചൊക്കെ നമ്മുടെ ചന്ദ്രബോസ് ചിറ്റപ്പൻ സുസ്മിതയോട് പറയുന്ന കാര്യമാണ്. സുസ്മിതയ്ക്ക് ഇത് ചെറിയ കാര്യമൊന്നുമല്ലോ, താൻ ആഗ്രഹിച്ച ഒരു കാര്യത്തിൻ്റെ പിടിവള്ളി ഷാനിയുടെ ജീവിതം നശിപ്പിക്കാനും ഒരേ സമയം തന്നെ സത്യഭാമയുടെ പതനം കാണാനും ഈ രണ്ടും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ. ആ കാര്യങ്ങളെല്ലാം മുന്നേ നടന്നു കിട്ടുമെന്ന് അറിയുന്നത് സുസ്മിത ഇനി അങ്ങോട്ടേക്ക് കരു നീക്കുന്ന രീതികളാണ് അങ്ങോട്ടേക്ക് കാണാനിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ശ്യാമ നേരെ ഇവിടെ എന്താണ് കാര്യങ്ങളൊക്കെ കുഞ്ഞേച്ചിയുടെ കയ്യിൽ നിന്ന് അറിയാൻ വേണ്ടി നേരെ ശാലിനിയെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു. അപ്പോൾ എന്താ ശ്യാമ നിനക്ക് അറിയേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്യാമ പറയുന്നത്, കുഞ്ഞേച്ചി എന്നോട് സത്യം പറയണം, കുഞ്ഞേച്ചിക്ക് അറിയാവോ സത്യം അവിടെ കല്യാണക്കുറപ്പ് ഞാൻ അറിഞ്ഞു, എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ പെണ്ണ് വിവാഹം കഴിക്കുമെന്ന് സത്യം പറഞ്ഞു, പിന്നെ അറിയാതിരിക്കുന്നതൊക്കെ ഷാനി എന്താണ് ശ്യാമയോട് ദേഷ്യപ്പെടുമോ? കുഞ്ഞേച്ചി എന്നോട് ദേഷ്യപ്പെട്ട് കാര്യം സത്യം പറ കുഞ്ഞേച്ചിയാ, ആരാണ് ആ വന്ന വ്യക്തി, ആരാ? കുഞ്ഞേച്ചിക്ക് ഒരു തെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ എന്നെപ്പോലെ തന്നെ കുഞ്ഞേച്ചി എല്ലാവരും വിശ്വസിക്കണമെന്ന് പറയാൻ പറ്റില്ല. എന്തിന് വിഷ്ണുവേട്ടന് പോലും ഇപ്പം കുഞ്ഞേച്ചി പറയുന്ന കാര്യത്തിൽ വിശ്വാസമില്ലാതായി. കുഞ്ഞേച്ചി സത്യം പറ, ആരാ വന്നത് എന്ന് പറയുമ്പോൾ ഷാനി പറയാൻ ഒരു കാരണവശാൽ തയ്യാറാകുന്നില്ല. കാരണം എന്തിനാണ് ഇവളോട് ഈ സത്യം പറയേണ്ടത്, സത്യം പറഞ്ഞുകൊണ്ട് ഒരു നേട്ടവും ഇല്ല എന്നിട്ട് ഷാനി അവിടെ നിൽക്കുമ്പം ഷാനിയുടെ കൈ എടുത്ത് നമ്മുടെ ശ്യാമ തല വെച്ചിട്ട്, കുഞ്ഞേച്ചി എൻ്റെ മേൽ സത്യം ചെയ്ത് പറയുവാണ്, കുഞ്ഞേച്ചി ഇന്ന് ഈ സത്യം പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഷാനി എന്താണ്, ഞാൻ തന്നെ ആ മോളെ വന്നതെന്ന് ആ കാര്യം എന്താണ് തുറന്ന് പറയുമ്പോൾ ശ്യാമ ഞെട്ടിപ്പോവാണ്. കാരണം കുഞ്ഞേച്ചി തന്നെയാണോ വേഷം കെട്ടി സത്യയുടെ അച്ഛനായിട്ട് വന്നത്, അക്ഷയായിട്ട് വന്ന കുഞ്ഞേച്ചി എന്നൊക്കെ പറയുമ്പം ശ്യാമ ഞെട്ടി നിൽക്കുകയാണ്. കുഞ്ഞേച്ചി ഞാൻ കാരണം ഒന്നല്ല കുഞ്ഞേച്ചിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ അവിടെ തകർന്ന് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ശ്യാമ ഇതിൽ നിന്ന് സത്യങ്ങളെല്ലാം തന്നെ എന്താണ് തുടക്കം തൊട്ട് സംഭവിച്ചത് ഇതെല്ലാം സത്യഭാമയെ അറിയിക്കാനും തൻ്റെ ജീവിതം നശിച്ചാലും വേണ്ടിയില്ല, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുഞ്ഞേച്ചിക്ക് ലൈഫ് കാണത്തില്ല എന്ന് ശ്യാമ സ്വന്തം മനസ്സുകൊണ്ട് ആ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഇനി കാണുന്ന എപ്പിസോഡിൻ്റെ വമ്പൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാണിക്കുന്ന കാര്യം നമ്മളെ രാഘവേട്ടൻ വിഷ്ണുവിനെ ഉപദേശിക്കുക, എടാ അവൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിൻ്റെ അമ്മ പറയുന്നത് കേട്ട് അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും, ഷാനി മോളെ നമുക്ക് അറിഞ്ഞൂടെ? അപ്പോഴത്തേക്കും വിഷ്ണു പറയാം, അച്ഛനെ അറിയാവുന്ന പോലെ അച്ഛനെക്കാരെ ഏറ്റവും കൂടുതൽ അവളെ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന വ്യക്തി ഞാനാണ്, ഞാനും ഇതൊന്നും സത്യം ആകല്ലെന്നൊരു ഭാഗം വിചാരിക്കുന്നുണ്ട്, പക്ഷേ നേരിട്ട് കണ്ടിട്ട് എങ്ങനെയാണ് അച്ഛാ ഇതൊന്നും സത്യമല്ല ഞാൻ കരുതുന്നത്, ആ കുഞ്ഞു കൊച്ചായി സത്യമോൾ പറയുന്ന കള്ളമെന്ന് വിചാരിക്കണം, അതോ ഷാനി ഇത്രയും വന്ന ഷാനിക്ക് ആ സത്യങ്ങൾ എന്താ എന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ പറ്റാതെ ഷാനി അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നത് ഷാനി പറയുന്ന സത്യം എന്ന് വിചാരിക്കും. ഞാൻ ആറ് ഭാഗം വിശ്വസിക്കണം അച്ഛനറിയാം ആ കുഞ്ഞിനാണെങ്കിൽ ആ അച്ഛനെ കിട്ടിയതിൽ എന്തുമാത്രം സന്തോഷം, ഞാൻ ആ സന്തോഷം കാണുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം പൊള്ളുവാണ്, പക്ഷേ എന്നാലും എനിക്ക് കാണിക്കാൻ പറ്റില്ല, എൻ്റെ മനസ്സ് മാത്രം ആർക്കറിയത്തില്ല, എല്ലാവർക്കും ഷാനി ചെയ്യുന്നത് ശരിയെന്ന് തോന്നുന്നുണ്ട്, ഒരറ്റം ആണെങ്കിൽ അമ്മയ്ക്ക് ഷാനി തെറ്റ്, ഒരറ്റം അച്ഛന് ഷാനി ശരി, എനിക്ക് ഈ രണ്ടിൻ്റെ ഇടയിൽ ഏതാണ് ശരിയെന്ന് അറിയാത്ത രീതിയിൽ പൊട്ടനെ പോലെ ഞാൻ അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അവിടെ ഇതാക്കാം, മോനെ നീ സമാധാനപ്പെടും, നീ അവളോട് പോയി നേരിട്ട് സംസാരിക്കുക, അവളെന്നെ വിളിച്ചെന്ന് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ ചെന്നതാണ്, അപ്പോഴല്ലേ അവളുടെ മകൾക്ക് പറയാനുള്ളത്, അവളുടെ അച്ഛൻ വന്നു, അവളുടെ അച്ഛൻ അവളെ അത്രമാത്രം അച്ഛൻ അവൾ അത്ര ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നവൻ കുഞ്ഞിൻ്റെ അമ്മയെ ഷാനി ഇഷ്ടപ്പെടാതെ ഇരിക്കുമോ വെച്ചാൽ അച്ഛൻ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും അവരുടെ നടുക്ക് കയറി ചെല്ലണമെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ച് ഇനി എന്തിനാ ഞാൻ ഇനി ബാക്കിയുള്ള കാര്യം അവളെ പഠിക്കാൻ പോകുന്നത്, അവൾ എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയല്ലേ കാത്തിരുന്നത്, ഞാൻ കാത്തിരുന്ന് ഞാൻ വിദ്യയായെങ്കിൽ ഞാനതങ്ങ് സഹിച്ചു, എൻ്റെ ജീവിതം അങ്ങനെ ഇങ്ങനെ സഹിച്ചു എന്ന് വിഷ്ണുവോടെ പറയും, എടാ മോനെ നിങ്ങനെയൊന്നും പറയാതെടാ, ഇതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും, നീ ആദ്യം അത് മനസ്സിലാക്കി, എടുത്ത് ചാട്ടം ഒന്നിനും ശരിയല്ല വിഷ്ണു, ആദ്യം നിൻ്റെ അമ്മയെപ്പോലെ ആ സമാധാനത്തിൽ ഇരുന്ന് കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാഘവേട്ടൻ വിഷ്ണുവിനെ ഉപദേശിക്കുന്ന കാണിച്ചാണ് അടുത്ത എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആരും മറക്കാതെ കാണുക, കാരണം വമ്പൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ശാലിനിയേക്കാൾ മുന്നേ തന്നെ സത്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് സത്യഭാമയുടെയും വിഷ്ണുവിൻ്റെയും മുന്നേ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കാൻ ശാലിനി തയ്യാറാകുന്ന സിറ്റുവേഷൻസ് ആണ് ഇനി വരാനിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ തൻ്റെ ജീവിതം തൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് ശാലിനിക്ക് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇതിനൊക്കെ ഡീറ്റെയിൽ റിവ്യൂ കാണുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെയും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ കമൻറ്റ്സും ഷെയർ ചെയ്യാൻ ആരും മറക്കണ്ട. ബൈ.